അങ്ങനെ കൊച്ചി മെട്രോയിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹിൽ പാലസിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഇതാ മുകളിലോട്ടൊക്കെ കുറെ പടികൾ നിരനിരയായിട്ട് പടി കയറി മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പരുവാവും. കാരണം അത്രത്തോളം ഉണ്ട് പടികൾ. എന്ത് ചെയ്യാനാ, കയറിയല്ലേ പറ്റൂ. അങ്ങനെ പടി ചവിട്ടി ചവിട്ടി എങ്ങനെയൊക്കെയൊക്കെയോ അതിന്റെ അറ്റത്തേക്ക് എത്തി. എന്നിട്ടും പടികളുടെ എണ്ണം കുറയുന്നില്ല. ഇതാ അവിടുത്തെ വലിയൊരു കുളമാണ് ഇവിടെ കാണുന്നത്. വെള്ളം കണ്ടിട്ട് ഇത്ര വലിയ കുളമായിട്ട് ഇത്ര വെള്ളമേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. മഴക്കാലമാകുമ്പോൾ ആ കൈവരി വരെ വെള്ളം എത്തും. അങ്ങനെ ക്ലോക്ക് ഹൗസിൽ ചെരുപ്പ് വെച്ച് കൊട്ടാരത്തിലേക്ക് കയറാൻ തുടങ്ങി. അതിനകത്ത് കയറാൻ എൻട്രി പാസ് എന്ന് പറയുന്നത് നമ്മൾ താഴെ നിർത്ത ടിക്കറ്റാണ്. എല്ലാ ഭാഗങ്ങളും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എനിക്ക് സാധിക്കില്ല. കാരണം ചിലയിടങ്ങളിലൊക്കെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് രാജാക്കന്മാരും റാണിമാരും ഉപയോഗിച്ചിരുന്ന കിരീടം, ആഭരണങ്ങൾ, വാഹനങ്ങൾ, ഇരിപ്പിടം അങ്ങനെയുള്ള വിലപിടിപ്പുള്ള ചരിത്ര വസ്തുക്കൾക്ക് കർശനമായ നിയന്ത്രണമുണ്ട്. കുന്നിന്മേൽ കൊട്ടാരം എന്ന പദത്തിൽ നിന്നാണ് ഹിൽ പാലസ് എന്നൊരു പേര് ഇതിന് വന്നത്. കൊച്ചിയിലെ തൃപ്പൂണിത്തുറ എന്ന പ്രദേശത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 1865 കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് ഈ കൊട്ടാരം സ്വന്തം ചെലവിൽ നിർമ്മിച്ചത്. അന്ന് മുതൽ തുടർന്ന് കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയും ഭരണകേന്ദ്രവുമായിരുന്നു ഈ കൊട്ടാരം. രാജഭരണം മാറിയതോടുകൂടി ഈ കൊട്ടാരം രാജകുടുംബം കേരള ഗവൺമെന്റിന് കൈമാറുകയായിരുന്നു. ശേഷം കേരള ഗവൺമെന്റ് ഈ കൊട്ടാരം ഒരു മ്യൂസിയമായി പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ കൊട്ടാരത്തിന്റെ നിയന്ത്രണം കേരള പുരാവസ്തു സംരക്ഷണ വകുപ്പാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മ്യൂസിയം എന്നതിലുപരി ഒട്ടേറെ മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ കൂടിയായിട്ടുണ്ട് ഈ കൊട്ടാരം. മണിച്ചിത്രത്താഴ്, തൂവൽ സ്പർശം, കളിയൂഞ്ഞാൽ, ഡ്രീംസ് എന്നിങ്ങനെ തുടങ്ങിയ പ്രശസ്തമായ മലയാള സിനിമ ഇത് ലൊക്കേഷനായി മാറിയിട്ടുണ്ട്. എന്തായാലും ഞാനടക്കം എല്ലാ മലയാളികൾക്കും ഈ കൊട്ടാരം സുപരിചിതമായത് മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലൂടെയായിരിക്കും.